നമ്മൾ ചെല്ലുമ്പോഴേക്കും തീരുവോ? തീർന്നെങ്ങാനും പോയാൽ നിന്നെ കൊന്നോളാൻ വന്നി. ആ വിനീഷ്, ഈ ചോറിനും ചായക്ക് മാത്രമേ പുറത്തു വരൂ. നമ്മൾ ചോറും അങ്ങനെയല്ലേ നിക്കണത്, സാൻഡ്വിച്ച് ഉണ്ടാക്കാനല്ലല്ലോ. നന്നായിട്ടിട്ടുള്ളൂ. പുതിയ ആളാണല്ലേ? അതെ. പിന്നെ പോയി നിക്ക്. എന്റെ പൊന്നേട്ടത് 3ാമത്തെ റൗണ്ടാണ്. 2 പ്രാവശ്യം എന്നെ പുറകെ കൊണ്ടുപോയി നിർത്തണത്. സീനിയേഴ്സിനെ ബഹുമാനിക്കാൻ പഠിക്കണം. പോടാ പോടാ, വാങ്ങിച്ചിട്ട് പോടാ. നീ ഇപ്പൊ വാങ്ങിക്കുവേ. പോ ഞാൻ ഫ്രണ്ടിന്ന് പറഞ്ഞല്ലേട്ടാ, ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറല്ലാത്ത ആൾക്കാർ. താൻ എന്തേ കാണിക്കുന്നത്? അടുത്ത് ആഹാ, നിങ്ങളാരും കാണുന്നില്ലേ? ഒരാൾ ക്യൂ നിൽക്കാതെ ചോറ് വാങ്ങാൻ പോകുന്നത് ബാലനാണ്. പറഞ്ഞു കൊടുത്തല്ലേ കൊല്ലിക്കാനായിട്ട്. ബാലേട്ടന് ഇന്നലെ ചോറ് കുറച്ച് വേവ് കുറവുണ്ട് എന്ന് പറഞ്ഞ പ്രകാരം ചോറ് വേണ്ട പോലും വേവിച്ചിനി. കുറച്ചും കൂടി സാമ്പാർ കൊടുക്കണ. സാമ്പാർ കടല കരിങ്കാലി വെള്ളം ഒന്നും മനസ്സിൽ വെക്കണ്ടാട്ടാ. എന്തിനു വേണ്ടാത്ത പണിക്ക് പോയിനി? കേട്ടോ ബാലേട്ടാ, അല്ല മനസ്സിന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു ഈ ഒരു കൊലപാതകി എന്നൊക്കെ പറഞ്ഞാല് ആളുകൾ അത് ഇതൊക്കെ പറയെങ്കിലും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാ. ആന്ന്, നല്ല ധൈര്യമുള്ള ഒരാൾക്കേ അത് ചെയ്യാൻ പറ്റൂ. പിന്നെ നമ്മളൊരാളെ കൊല്ലണമെങ്കിൽ അത് ചാവേണ്ട ആൾ തന്നെ ആയിരിക്കുള്ളൂ. ഇതിപ്പോ ഒറ്റയടിക്ക് 50 പേരെന്നൊക്കെ പറഞ്ഞ് എന്റെ ബാലേട്ടാ നിങ്ങൾ എന്തൊരു കഷ്ടായി പോയി. വേണ്ടായിരുന്നു. ഇനി എപ്പോഴാണാവോ അടുത്ത ഭക്ഷണം? ഇനി കുറെ കഴിയണം. അല്ല, ശരിക്കും പറഞ്ഞാണോ ഒരു പിടി കഴിച്ചില്ല? അതെ, ബാലനോട് വല്ലാണ്ട് അടുക്കുന്ന സൂക്ഷിച്ചു വേണം. പിന്നെ അടുത്തു നിൽക്കുന്നവരെല്ലാം കൊന്നിട്ടേലും അവൻ സ്വന്തം ഭാര്യ വരെ കൊന്നവരുടെ കൂട്ടത്തുണ്ട്. അറിയോ എനിക്ക്? ആ മോനെ, ഓ ആ ബാലന്റെ സെല്ലേ ഒറ്റയ്ക്ക് എടുക്കാൻ പേടിണ്ടെങ്കിൽ സൂപ്പറിനോട് പോയി പറഞ്ഞാൽ മതി. ആൾ അറേഞ്ച് ചെയ്ത് തരും. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ കെടുക്കാം. അല്ലടാ? അത് പറഞ്ഞോളൂ. ഇപ്പോഴൊരു സമാധാനമായത്. ഞാൻ എന്തായാലും സൂപ്പറിനെ ഒന്ന് കാണട്ടെ. ശരി. ഇത്രയും നല്ല ആളുകൾ എന്തിനാണോ ജയിലിലിട്ടേക്കണത്? സാറേ, ഞാൻ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ട റൂംമേറ്റ്സിനെ സെലക്ട് ചെയ്യാനുള്ള സൗകര്യം തൽക്കാലമില്ല. സംഭവിക്കാൻ ഞാൻ നോക്കട്ടെ. സാറേ, വേറെന്താ? പ്രസിഡന്റ് വന്നോ? നിന്റെ ആൾക്കാർ എത്ര പേര് പുറത്തുണ്ട്? എത്ര പേരുണ്ട് പുറത്ത്? എന്റെ കൂടെ ആരുമില്ല സാറേ, വൈഫ് മാത്രമേ ഉള്ളൂ. പ്രസിഡന്റ് വരുമ്പോ എന്ത് ചെയ്യാനാടാ നീ അവളോട് പറഞ്ഞിരിക്കുന്നത്? ഇല്ല സാറേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ പൊന്ന് സാറേ, അദ്ദേഹം ഒന്ന് പോയാലല്ലേ എനിക്ക് പുറത്തു പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ നേരത്തെ നിന്നോട് എന്താണ് പറഞ്ഞെന്ന് ഓർമ്മയില്ലേ? എന്താ സാറേ? പൊക്കളൻ. ഓ എങ്ങോട്ടാ? എവിടെ നോക്കിയാലും പോലീസുകാരാണല്ലോ. ഏത് നേരത്താണാ ഓരോന്ന് ചോദിക്കാൻ തോന്നണത്. ഞാൻ സാറിനോട് ഇതിനകത്ത് ആള് വേണമെന്ന് പറഞ്ഞപ്പോ 1-2 പേരെ പ്രതീക്ഷിച്ചുള്ളൂ. എന്നിട്ട് ഇപ്പത്തെ 5 കുട്ടികൾ വന്നിരിക്കുക. നിങ്ങൾ ഈ ഗുണ്ടകളുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണല്ലേ. താനധികം സംസാരിക്കണ്ട, അത് എനിക്ക് അപകടം ചെയ്യും. ശരിയാണ്, വളരെ സത്യമാണ്. എന്റെ നാവുപഴ കുഴപ്പമാണെന്നേ. അവിടെ കണ്ടടച്ചിരുന്നോ? എനിക്ക് ഉറക്കം വരണൊന്നുമില്ല. നമുക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാന്ന്. കിടക്കലോടെ ഭീഷണിയുടെ സ്വരത്തിൽ എന്നോട് സംസാരിക്കരുത് കേട്ടോ. ഭീഷണിപ്പെടുത്തിയ നീ എന്ത് ചെയ്യണം? എന്നോട് നോർമലായിട്ട് പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ അനുസരിക്കും. ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ കണ്ണടച്ച് കിടന്നു.
നിങ്ങൾ എന്തേ കാണിക്കണേ? ഇന്ത്യ എന്നിട്ട് കണ്ണു കുത്തി പിടിച്ചാളെ ഞാൻ. പാല എന്ത് പറ്റിയതാ? ഇത് വീണതൊന്നുമല്ല. വീണതാ സാറേ. ഇത്രയും വലിയ പരിക്ക് പറ്റാൻ നീ ഇവിടെ നിന്നാ വീണത്? ജയിലിൽ കയറാൻ നോക്കി? ജയിലാടിയിട്ട് അവിടെ പോകാനാ സാറേ. സത്യ ഒട്ടംകളി കളിച്ച് നീ ബാലിന് പണി കൊടുത്തു അല്ലേ? സത്യത്തിൽ എന്താ എനിക്കിഷ്ടായി. ഞാൻ തൊള്ളേന്നൊരു വാക്ക് വീണ സ്പോട്ടിൽ പന്തളയും. മച്ചാനാ അത് കളിക്കിട്ടോ, പെർഫെക്റ്റ്. ഓക്കെ നീ തെളിയിച്ചിട മോനെ. ഇവിടെ ജില്ലാ ജയിലാണ് ഉൾക്കൊള്ളാന്ന് പൊളിച്ചിറക്കുന്നുണ്ട് ഞാൻ. ഇവനെപ്പോഴും ഒരു നോട്ടത്തിലുണ്ടാവട്ടാ. അത് ഞാൻ നോക്കിക്കോളാം. പേടിക്കാനൊന്നുമില്ല, ബാലിനെ ഒറ്റയ്ക്കൊരു സെല്ലിലാക്കി. പാവം. അപ്പൊ ഞങ്ങള് പാവങ്ങളല്ലേ? നിങ്ങളൊക്കെ പാവങ്ങളാ, ഞാൻ മാത്രമുള്ളൂ ദുഷ്ടൻ. ഓക്കെ. താനിക്ക് വന്നു. എന്താ സാറേ? ഈ കുട്ടിക്ക് താൻ മാത്രമേ ഉള്ളൂ, അതോർത്തോണം. ഇങ്ങനെയുള്ള കേസിൽപ്പെട്ട എന്നും ഒരു നോട്ടപ്പുള്ളിയാവും. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള പ്രവൃത്തിയിലും സംസാരത്തിലും ഒരു സൂക്ഷ്മത വേണം. ഇനി എന്റെ ശബ്ദം പുറത്ത് കേൾക്കില്ല സാറേ.